Hi everyone, welcome to the Women of Honor series. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച്, അതായത് വഴികൾ, ലോകത്തിൽ അനേക വഴികളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഏതാനും ചില വഴികളെക്കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൻ്റെ വഴികളെ ഫോളോ ചെയ്ത് ബുദ്ധിയുടെ വഴിയിൽ നാം നടക്കുന്ന രീതിയാണല്ലോ ഉള്ളത്. ഈ രീതിക്കൊരു മാറ്റം ആവശ്യമാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ. നിങ്ങൾ ഏത് വഴിക്ക് നടന്നാലും നിങ്ങളുടെ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വഴിയെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോകണമെങ്കിൽ ഇന്ന് ഗൂഗിളിൻ്റെ മാപ്പ് വഴി കാണിച്ചു തരും. അത്രമാത്രം AI പുരോഗമിച്ചിരിക്കുന്ന ഈ കാലം. എന്നാൽ ഇപ്പോൾ നമുക്ക് ഏതാനും ചില വഴികളെക്കുറിച്ച് ബൈബിൾ ആധാരമാക്കി ഇന്ന് പഠിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 119 അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏതാനും വഴികളെക്കുറിച്ച് ദാവീദ് പറയുന്നു. അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന 4 വഴികൾ. ഇത് നമ്മളുടെ ജീവിതത്തിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. ഇതിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒന്നാമതായി നമ്മളുടെ ബുദ്ധി കൊണ്ടുള്ള വഴിയിൽ ഈ ലോകത്തിൻ്റെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നതായ ആ ഒരു വഴിയെക്കുറിച്ചാണല്ലോ. അതായത് ദാവീദ് പറയുന്നത്, എൻ്റെ വഴികളെ ദൈവകരങ്ങളിൽ കൊടുത്തപ്പോൾ ദൈവം അവന് ഉത്തരമരുളിയെന്ന്. അത് ഉള്ള അവസ്ഥയെ ദൈവസന്നിധിയിൽ നമ്മൾ തുറന്ന് കാണിക്കുമ്പോഴാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മൾ ഫോളോ ചെയ്യുന്ന വഴികൾ ശരിയായിരിക്കണമെന്നില്ല, എങ്കിലും അവൻ്റെ ചട്ടങ്ങളിൽ കൂടി നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ വഴിയേക്കാളും നമ്മൾ ദൈവിക വഴി തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവിക വഴിയെന്ന് പറയുന്നത് പ്രമാണങ്ങളുടെ വഴിയാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ധ്യാനിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രമാണങ്ങളുടെ വഴിയിൽ പോകുവാൻ സാധിക്കുമ്പോൾ നമുക്ക് ദൈവകൃപ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അപകടം പറ്റാതെ സൂക്ഷിക്കുന്നതും അത്ഭുതമായ വഴിയിൽ നമ്മെ ദൈവം വഴി നടത്തുന്നതും അത് ദൈവത്തിൻ്റെ വഴിയായതുകൊണ്ട് മാത്രമാണ്. അത് നമ്മുടെ വഴിയല്ലല്ലോ. അവൻ ദുർഘടങ്ങളെ മാറ്റി വഴി നേരെയാക്കുന്നു. ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള വഴികളിൽ കൂടി അവൻ നടത്തുന്നതും അത് യഹോവയ്ക്കുള്ളതാണ്. അവന് ഒരു വഴി നമുക്ക് സുഗമമായി തോന്നിയാലും അതിൻ്റെ അവസാനം ദുർഘടമായിരിക്കുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നമ്മൾ നടക്കേണ്ട വഴിയിൽ അവൻ കാണിച്ചു തരുന്നു. മൂന്നാമതായി ഭോഷ്കിൻ്റെ വഴി. ദൈവത്തിൻ്റെ വചനപ്രകാരം നിവർത്തിച്ച് അതും പ്രകാരം ജീവിക്കാതിരിക്കുന്ന മനുഷ്യന് എപ്പോഴും ഭോഷ്കിൻ്റെ വഴിയായിരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിനോട് നമ്മൾ അപേക്ഷിക്കേണ്ടത് പ്രയോജനമില്ലാത്ത വഴിയിൽ, പാപത്തിൻ്റെ വഴിയിൽ നമ്മൾ വീണു പോകാതെ ആ വഴിയിൽ നിന്നും ആളെ അകറ്റി ഭോഷ്കിൻ്റെ വഴിയിൽ നിന്ന് മാറ്റി നമുക്ക് ദൈവികമായ വഴിയിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. വിഷാദപ്പെട്ടിരിക്കുമ്പോൾ പാപത്തിൻ്റെ ഭോഷ്കിൻ്റെ വഴിയിൽ നമ്മൾ നടക്കുമ്പോഴും നമുക്കത് തിരിച്ചറിയുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. പാപം ചെയ്യാതെ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നിത്യജീവൻ്റെ വഴികൾ ദൈവത്തിൻ്റെ അടുക്കലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 119 സങ്കീർത്തനം 30 വാക്യത്തിൽ പറയുന്ന വിശ്വസ്തതയുടെ വഴി. അതായത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴിയാണ് വിശ്വസ്തതയുടെ വഴി. അത് വളരെയധികം ആപ്ലിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. അത് വിശ്വസ്തത, വിശുദ്ധി അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വഴിയിൽ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശ്വാസവും ആവശ്യമാണല്ലോ. അതുപോലെ ദൈവത്തോടു കൂടി ഉള്ള ജനങ്ങളുടെ ബന്ധം
വിശ്വസ്തതയുള്ളതായി സൂക്ഷിപ്പാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അവൻ്റെ വഴികളെ മാത്രമല്ല അവൻ്റെ വിധികളെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവമാണ് നമ്മളെ വിധിക്കുന്നതെന്നും അവൻ്റെ വിശുദ്ധിക്ക് അനുസരിച്ച് നമ്മളെ വിധിക്കുന്നുവെന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ്. നമ്മളുടെ ബന്ധങ്ങളെ നമ്മൾ വിശ്വസ്തതയുള്ളതാക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. അതുപോലെ അവൻ്റെ സാക്ഷ്യങ്ങളോട് പറ്റിച്ചേർന്ന് ദൈവവചനത്തോട് പറ്റിച്ചേർന്നുള്ള ഒരു ജീവിതം നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുമ്പോഴാണ് അവൻ്റെ കൽപ്പനയുടെ വഴിയിൽ നമുക്ക് ഓടുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ വഴികളെ ദൈവം മാറ്റി ജീവൻ്റെ വഴിയിൽ നമ്മളെ ധൃതിയോടെ ഓടി വിശാല മനസ്കരാക്കി മാറ്റി ദൈവത്തിന് കൊള്ളാകുന്ന മനുഷ്യരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും ഒരു പുതുവർഷം നേർന്നുകൊള്ളുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.